ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കായലും കടലും ചേർന്ന് കിടക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് അഴി. കായലും കടലും ചേരുന്ന സ്ഥലത്തുള്ള താൽക്കാലിക മണൽത്തിട്ട അറിയപ്പെടുന്നത് പൊഴി. വേമ്പനാട്ടുകായൽ എത്ര ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു? 205. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ. വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ? പുന്നമടക്കായൽ. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കായൽ? പൂക്കോട് തടാകം. തോട്ടപ്പള്ളി സ്പിൽവേ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ? അഷ്ടമുടിക്കായൽ. തണ്ണീർമുക്കം ബണ്ട് പണി പൂർത്തിയാക്കിയ വർഷം? 1974. തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം നടന്ന വർഷം? 1954. 1988 പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ? അഷ്ടമുടിക്കായൽ. വയനാട്ടിലൂടെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കബനി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കുറുവാദ്വീപ് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കബനി. ഭാരതപ്പുഴ ഏത് ജില്ലകളിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്? തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. പണ്ട് കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി? പമ്പ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി? ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻതോട്ടത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ചാലിയാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? കുന്തിപ്പുഴ. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? പൊന്നാനി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി? പമ്പ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര? 16 കിലോമീറ്റർ. ഇടുക്കിയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? പാമ്പാർ. പാലക്കാടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഭവാനിപ്പുഴ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പമ്പ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര? 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ബാലാപൂണി കുന്നുകളിൽ നിന്ന്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏത്? മഞ്ചേശ്വരം പുഴ. കാസർഗോഡിനെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏത്? ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? ചന്ദ്രഗിരിപ്പുഴ. കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? നെയ്യാർ. നെയ്യാറിന്റെ നീളം എത്ര? 56 കിലോമീറ്റർ. നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ? കാലടി, ആലുവ, മലയാറ്റൂർ. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? പൊന്നാനി, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരുനാവായ, ചെറുതുരുത്തി. താങ്ക് യു.